നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കല്ലുമോളെ, ചേച്ചി മോളെ. കല്യാണി എപ്പോ എത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ ചേട്ടാ. കല്ലുമോളെ, നീ ഇങ്ങോട്ട് വന്നത് അങ്ങേർക്കും ചിറ്റിക്കും അറിയില്ല ചേച്ചി. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോവാന്ന് പറഞ്ഞ വന്നത്. നിങ്ങൾ രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഇങ്ങനെ കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു. ഇപ്പൊ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അമ്മാവാ, ഒരാളെ തന്നെ 2 പ്രാവശ്യം കല്യാണം കഴിക്കാൻ സാധിക്കുന്നതേ ഒരു ഭാഗ്യ. വാ മക്കളെ. എന്താ ഹേമേ, ഒരുങ്ങിയില്ലേ? നാട്ടുകാരെ വിളിച്ചൊരു കല്യാണം അല്ലെങ്കിലും ഈ ചടങ്ങൊരു കല്യാണം പോലെ തന്നെയല്ലേ? ഞാൻ ഇങ്ങനെയെങ്കിലും വന്നല്ലോ എന്നോർത്തൊന്ന് സമാധാനിക്ക് വനജേ. ഇവിടേക്ക് നീ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിലേ ഇതിലും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായേനെ. അച്ഛാ, നല്ലൊരു ദിവസമായിട്ട് വേണ്ട. ബാല, ഈ ചടങ്ങ് ഭംഗിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നീ വെറുതെ ഹേമയോട് വഴക്കിന് പോണ്ട. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞങ്ങളോട് അവിടെ വന്നിക്ക്. ചടങ്ങ് ഭംഗിയാകണ്ടേ? ചടങ്ങ് ഭംഗിയാക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അമ്മായി പ്രശ്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ശ്രേയ വരുമോ? വന്നാൽ തന്നെ ശ്രേയ എങ്ങനെ പറഞ്ഞു കൺവിൻസ് ചെയ്യുന്ന? ശ്രേയ വരട്ടെ, നോക്കാം. ഹായ് മാഡം. ഞാൻ പറഞ്ഞത് റെഡിയായോ? റെഡിയായി മാഡം, ഇരിക്കെ, ഞാൻ എടുത്തിട്ട് വരാം. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ. അതിനെന്താ മാഡം? ആകാശേ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഗിഫ്റ്റ് നിനക്ക് തരുന്നത് നിന്റെ ജീവിതം ഇല്ലാതാക്കാനാ. ഇനി ഇത് പാക്ക് ചെയ്തു. ശരി, കാണാം. താങ്ക് യു. ആ മാഷേ, ഹോമകുണ്ടത്തിലേക്ക് അഗ്നി പകരാൻ സമയമായി. പ്രധാനപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ? നിങ്ങളെ കൊണ്ടിരിക്കേ. മോനെ, നിന്റെ ഓഫീസിലെ സ്റ്റാഫിനെ ആരെയും കണ്ടില്ലല്ലോ? നോക്കിക്കോളാം. ബാല, ചീഫ് എഞ്ചിനീയറെ നമ്മൾ നേരിട്ട് പോയി ക്ഷണിച്ചല്ലേ? ചീഫ് എഞ്ചിനീയർക്ക് ആകാശിനോടുള്ള ദേഷ്യം കാരണം വരാൻ സാധ്യതയില്ല. എന്നാലും മറ്റു സ്റ്റാഫൊക്കെ വരേണ്ടതല്ലേ? ചീഫ് എഞ്ചിനീയർ വരുമെന്ന് എനിക്കറിയില്ല അച്ഛാ. പക്ഷേ മറ്റ് സ്റ്റാഫുകളൊക്കെ വരും. ഹോമം നടക്കട്ടെ, അത് കഴിഞ്ഞുള്ള ചടങ്ങല്ലേ പ്രധാനം. ആ അതെ, അത് കഴിഞ്ഞുള്ള കെട്ടുകാഴ്ചയാണ് പ്രധാനം. അത് പിന്നെ കാണാനായിട്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ഇതൊക്കെ എവിടെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? പശ്ചാത്താപോ? ആ, അത് കഴിഞ്ഞ് താലികെട്ട്. ഓ, നടക്കട്ടെ നടക്കട്ടെ. ഓ, എല്ലാം നടക്കട്ടെ. അശ്വതി, കേട്ടല്ലോ, നീനോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? ഇവള് വാ തുറന്ന ശാപവാക്കല്ലാതെ ഒന്നും വരില്ല.
കണി കണ്ട കെണിയാവുന്നേനാ. തിരുമേനി ഹോമം തുടങ്ങിക്കോളൂ. താലികെട്ടിന് തവിലും നാദസ്വരമൊന്നും ഇല്ലേ? അല്ല, കാഴ്ചക്ക് പറ്റിയതൊന്നും ഇല്ല. അതെ, നാദസ്വരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ കാതിനൊരു ഇമ്പം കിട്ടിയേനെ. അമ്മേ, ചുമ്മാ അച്ഛനെ ചുറിയാൻ നിൽക്കല്ലേ. അമ്മയ്ക്ക് കാണണ്ടെങ്കിൽ കണ്ണടച്ചിരുന്നാ മതി. ഓ ശരി. ഇതെവിടെന്നാ? ഇനിയിപ്പോ ആരെങ്കിലും അത് മൊബൈലിൽ വെച്ചതാണോ? ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മാവ, നാദസ്വരം മൊബൈലിൽ കേട്ടതല്ല. കുഞ്ഞളിയന്റെ ചീഫ് എഞ്ചിനീയർ നാദസ്വരക്കാരുമായിട്ടാ വരവ്. ആഹാ, നമസ്കാരം മാഡം. നമസ്കാരം. എന്താ നാദസ്വരമായിട്ട്? മാഷേ, നാദസ്വരം ശക്തി ഐശ്വര്യൊക്കെയല്ലേ. ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിന് ദൈവാനുഗ്രഹം ക്ഷണിച്ചു വരുത്തും. നടക്കാൻ പോകുന്നത് മംഗളകർമ്മമല്ലേ.